KFC വായ്പാ ക്രമക്കേട് കേസിൽ PV അൻവറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 12 മണിക്കൂറാണ് അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. കേസിന് പിന്നിൽ രാഷ്ട്രീയമെന്നും പിണറായി സത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും അൻവർ പറഞ്ഞു. രാവിലെ 10 മണിയോടെ ED ഓഫീസിലെത്തിയ PV അൻവറിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചത് രാത്രി 10 മണിക്കാണ്. MLA ആയിരുന്ന കാലഘട്ടത്തിൽ ബെനാമി പേരുകളിലും ഒരേ വസ്തു തന്നെ ഈടുവെച്ചും കൃത്രിമം നടത്തി വായ്പയെടുത്തു എന്നാണ് കേസ്. ബെനാമി ഇടപാടുകൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. ഡ്രൈവറിന്റെയും ബന്ധുക്കളുടെയും പേരിൽ വായ്പയെടുത്ത ശേഷം മറ്റ് ബിസിനസ്സുകൾക്ക് തുക ഉപയോഗിച്ചു എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അൻവറിന്റെ വീട്ടിലെ 14 മണിക്കൂർ റെയ്ഡ് അടക്കം ഈ കേസിൽ 6 സ്ഥലങ്ങളിൽ ED നേരത്തെ പരിശോധന നടത്തിയിരുന്നു. തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. പിണറായി സത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും പോരാട്ടം തുടരുമെന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും അൻവർ പിന്നീട് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസ് ആണ്. അതിന്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിൽ പിണറായി ഗവൺമെന്റിനെതിരെയും പിണറായി സത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്തു തുടങ്ങിയ അന്നു മുതലാണ് നിരവധിയായ കേസുകൾ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള ഗവൺമെന്റ് നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരെ, കള്ളക്കേസുകൾക്കെതിരെ കോടതിയിൽ പോരാട്ടം തുടരും. 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ 50 കോടി രൂപയുടെ വർധനവ് PV അൻവറിനുണ്ടായിട്ടുണ്ടെന്നും 12 കോടി രൂപ വായ്പയെടുത്ത് പലിശയും പിഴയുമടക്കം 22 കോടി രൂപയായി എന്നും ED വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. മീഡിയ 1 കൊച്ചി.